യുടെ അവസാനത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ ലാവ്ലിൻ കേസ് സിബിഐക്ക് വിട്ടത് ഈ ഉമ്മൻചാണ്ടിയാണ്. അതിനു മുമ്പ് ഉമ്മൻചാണ്ടിയുടെ വിജിലൻസ് അന്വേഷിച്ചിട്ട് അതിനകത്ത് ഒന്നുമില്ല എന്ന് തീരുമാനിച്ച് ജനങ്ങളോട് പറഞ്ഞതാണ്. ശ്രീ എസ് ആർ ശക്തിധരൻ, ഞാൻ കേൾപ്പിച്ചു തരാം. അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ലാവ്ലിൻ കേസ് വിടാൻ തീരുമാനിച്ച് അത് കഴിഞ്ഞിട്ട് ആ തീരുമാനത്തെ പിന്നീട് അദ്ദേഹം ന്യായീകരിച്ചത് പണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം. ഒരിക്കലും അത് ശരിയല്ല. ഞാനത് പല പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വിജിലൻസിന്റെ ചാർജ് വഹിക്കുന്ന സമയത്താണ് ആ അന്വേഷണം നടക്കുന്നത്. ഒരു സ്റ്റേജിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. ആ വിജിലൻസിന്റെ റിപ്പോർട്ട് എനിക്ക് കിട്ടുന്നു. ആ കിട്ടിയ റിപ്പോർട്ടിനകത്ത് ശ്രീ പിണറായി വിജയൻ പ്രതിയല്ല. പക്ഷെ അതിനകത്ത് അവർ എഴുതിയിട്ടുണ്ട്, പിന്നെ തുടർന്നുള്ള അന്വേഷണം നടക്കുമ്പോൾ കൂടുതൽ പ്രതികൾ ഉണ്ടായേക്കാം എന്നൊരു സെന്റൻസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അദ്ദേഹം പ്രതിയല്ല. ആ റിപ്പോർട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അന്വേഷണം നടക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അതിന്റെ റിപ്പോർട്ട് കിട്ടുന്നത്. ആ റിപ്പോർട്ടിനകത്ത് അദ്ദേഹം പ്രതിയല്ല. പക്ഷെ ഇങ്ങനൊരു വാചകം മാത്രമുണ്ട്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുത്തു. കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുത്തപ്പം നിങ്ങൾ തന്നെയാണ് കുഴപ്പമുണ്ടാക്കിയത്. ഇവിടുത്തെ പത്രങ്ങൾ അങ്ങ് എഴുതി ഹം സബ് ചോർ ഹേ എന്നാണ് ഒരു പത്രത്തിന്റെ ഹെഡിങ്. ഹം സബ് ചോർ ഹേ ഹിന്ദിയിലെ ബാനർ ഹെഡിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം കള്ളന്മാരാണ്. എന്താ ഇതിനകത്ത് ഭരണകക്ഷിയും പ്രതിപക്ഷവും കൂടി യോജിച്ചിരിക്കുന്നു. രണ്ടു കൂട്ടത്തിലും എന്തോ മറച്ചു വെക്കാനുണ്ട്. ഇത് ഫെബ്രുവരി 28 ഒക്കെ ആകുന്ന ദിവസങ്ങളാണ്. മാർച്ച് 1 ഇലക്ഷൻ അനൗൺസ് ചെയ്തു. അപ്പം തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ജനങ്ങളുടെ മുമ്പിൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാം പ്രതിക്കൂട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ശരിയല്ല എന്ന് കണ്ടിട്ട് മാർച്ച് 1 ക്യാബിനറ്റാണ് സിബിഐക്ക് വിടാനായിട്ട് തീരുമാനിക്കുന്നത്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി ആ തീരുമാനം എന്തുകൊണ്ടെടുത്തു എന്ന് പിന്നീട് വിശദീകരിച്ചതാണ് ഈ കണ്ടത്. മാധ്യമങ്ങളെല്ലാം പറഞ്ഞു രാഷ്ട്രീയക്കാരെല്ലാവരും കള്ളന്മാരാണ്, ഹംസബ് ചോർ ഹെ എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞപ്പോ അദ്ദേഹം നിഷ്കളങ്കത തെളിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ധാർമ്മികത തെളിയിക്കാൻ വേണ്ടി സിബിഐക്ക് വിടാനുള്ള തീരുമാനമെടുത്തു. മാധ്യമങ്ങളെല്ലാം കൂടി ഇപ്പോൾ ഈ തീരുമാനം എടുത്ത രാഷ്ട്രീയ സാഹചര്യം തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അതും അങ്ങ് അംഗീകരിക്കാനുള്ള ബാധ്യത ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനുണ്ടല്ലോ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ.